AM കിച്ചൺ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പപ്പടം വെച്ചിട്ടൊരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോണത്. പപ്പടത്തോരൻ. നമ്മൾ ഈ പെണ്ണുങ്ങളെ ചന്ദ്രിമാമീനെ പോലെയാണല്ലേ, കൈ കിട്ടുന്ന എന്ത് വെച്ചും കറി ഉണ്ടാക്കും. അപ്പോൾ നമുക്കിന്ന് നല്ല രുചികരമായിട്ടുള്ള ഒരു പപ്പടത്തോരൻ ഉണ്ടാക്കാം. അതിനു വേണ്ടി നമ്മൾ നാളികേരം ചിരകിയത്, കാന്താരി മുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇത്രയൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും. പപ്പടം എല്ലാം ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കുക. ഇതുപോലെ ഇതെല്ലാം ആക്കി വെച്ചതിന് ശേഷം വേണം നമ്മളിത് കുക്ക് ചെയ്യാൻ. പെട്ടെന്ന് റെഡിയായി കിട്ടും. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ആക്കുന്ന സമയം കൊണ്ട് തന്നെ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിൽ വെളിച്ചെണ്ണ കുഴിച്ച് നന്നായിട്ട് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചെറുതാക്കി മുറിച്ച് വെച്ചിട്ടുള്ള പപ്പടങ്ങൾ ഇതിലിട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ പപ്പടം നമുക്ക് കഴിക്കാൻ വേണ്ടി ഫ്രൈ ചെയ്യില്ലേ, അതുപോലെ. ഒരുപാട് എണ്ണ ചേർത്ത് കൊടുക്കണ്ട, വളരെ കുറച്ച് എണ്ണ മതി. നമ്മളിത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകൊണ്ട് കുറച്ച് എണ്ണ മതി. അതുപോലെ വെളിച്ചെണ്ണയാവണം. ഓയിലൊന്നാകുമ്പോൾ ആ പ്രതീക്ഷിച്ച ഒരു ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ടാണ് വെളിച്ചെണ്ണ തന്നെ എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ആ പപ്പടം എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് നമ്മുടെ വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ, കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ 2 പേർക്ക് ഒരു നേരം കഴിക്കാനുള്ളതാണ് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ അധികം നേരം ഒന്നും വെച്ചിരിക്കാൻ പറ്റില്ല. പെട്ടെന്ന് തന്നെ ചൂടോട് കൂടി കഴിക്കണം. നമുക്കറിയാലോ, പപ്പടമാണ്, പെട്ടെന്ന് തണുത്തു പോവും. അപ്പോൾ അതിൻ്റെ ആ ഫ്രഷ്നെസ് നഷ്ടപ്പെടും. അപ്പോൾ ഇത് നമ്മൾ കുക്ക് ചെയ്ത് അത് അധികം വൈകാതെ തന്നെ കഴിക്കണം. അപ്പോൾ ഞാൻ പപ്പട കഷ്ണങ്ങളൊക്കെ വറുത്തെടുത്ത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ കടുക് പൊട്ടിക്കണം. അപ്പോഴേക്ക് കുറച്ച് വെളിച്ചെണ്ണ കുറവായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒഴിച്ചു. ഇനിയിപ്പോൾ ഇതിലേക്ക് കടുക്, വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ടു. പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കാന്താരി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, നാളികേരം ഇത്രയും ഒന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. പിന്നെ നമ്മളൊരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടത്, ഉപ്പ് വളരെ കുറച്ചേ ചേർക്കാൻ പാടുള്ളൂ. ഈ കൂട്ടിലേക്ക് മാത്രം മതി ഉപ്പ്. പപ്പടത്തിൻ്റെ ഓൾറെഡി ഉപ്പുണ്ടല്ലോ. അപ്പോൾ ഇത് പെട്ടെന്ന് ഉപ്പ് കയറാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഉപ്പ് വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുക. അതുപോലെ മഞ്ഞൾപ്പൊടി അതെ, കുറച്ച് മതി, ഒരുപാട് വേണ്ട. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അത്രയും ഞാനിതിൽ ചേർത്തിട്ടുള്ളൂ. ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. കാരണം നമ്മൾ പപ്പടം ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാക്കി വാങ്ങി വയ്ക്കും. നമ്മൾ പപ്പടം ആദ്യം തന്നെ വറുത്തെടുത്തതാണല്ലോ. അപ്പോൾ പിന്നെ ഇത് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി, നമ്മളെ ഈ മസാല. അപ്പോൾ അത് കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുക, അടിയിൽ പിടിക്കാതിരിക്കാൻ. ഇത് റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വറുത്ത് വെച്ചിട്ടുള്ള പപ്പടവും കൂടെ ചേർത്ത് ഇളക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി. ഇനിയിപ്പോൾ ഞാനിതിലേക്ക് പപ്പടം വറുത്തതും കൂടെ ചേർത്ത് കൊടുത്ത് ഈ സമയം ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ തീയിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായി ഇതിൽ മിക്സാക്കി എടുക്കുകയാണ്. നമ്മുടെ പപ്പടം തോരൻ ഇവിടെ റെഡിയായി. ഇത് നമ്മളിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല രസമാണ് കേട്ടോ, കട്ടൻ ചായേൻ്റെയൊക്കെ കൂടെ. അതുപോലെ അവിൽ ഇതിട്ടിട്ട് ഇളക്കി കഴിക്കാൻ ഒന്ന് കഴിച്ച് നോക്കൂ, നല്ല ടേസ്റ്റാണ്. ഞാൻ പൊതുവെ അവിലൊക്കെ കഴിക്കുമ്പോഴേക്ക് ഇഷ്ടമാണ് പപ്പടം ഇങ്ങനെ പൊടിച്ചിട്ടിട്ട്. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്പടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതൊന്ന് ചോറിൻ്റെ കൂടെയൊക്കെയാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.